ഹായ് ഗായ്സ്, ഒടുക്കത്തെ മഞ്ഞാണ് ഇന്നലെ രാത്രിയിലൊക്കെ ആയിട്ട്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പോലും പറ്റില്ല. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പാവും, നേരെ നമ്മളുടെ കാലൊടിയും, അല്ലെങ്കിൽ ചിലപ്പം ഹിപ്പൊടിയും. അങ്ങനത്തെ കുറേ കേസസ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ കോമൺ ആയിരിക്കും ഈ വിൻ്ററിൻ്റെ സമയത്ത്. അത്രക്ക് മഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബാക്കിലൊക്കെ. ഈ പാർട്ടൊക്കെ ശരിക്കും ഹൊറിബിൾ പാർട്ടാണ്. അതായത് പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ അടിച്ചു പൊളിക്കുന്നു, പബ്ബിൽ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് എൻജോയ് ചെയ്യുന്നു, ഇതൊക്കെ എല്ലാവരും കാണിക്കുന്നുള്ളൂ. പക്ഷേ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ വിൻ്റർ വരുന്ന സമയത്ത് ട്രാഫിക്, കാർ ഓണാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, ഇതൊക്കെ എക്സ്ട്രീമാണ്. ഇവിടെ യു കെയിലൊക്കെ കുറവാണ്. കാനഡയിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അവർ തന്നെ റോഡ് ക്ലീൻ ചെയ്തിട്ട്, അവരുടെ ഫ്രണ്ട് ക്ലീൻ ചെയ്തിട്ട് അവർ വണ്ടി ഇറക്കണം. ഇവിടെയൊക്കെ ആളുകൾ ജോലിക്ക് എത്താൻ ലേറ്റ് ആവുന്നു, ബസ്സെല്ലാം ലേറ്റ് ആവുന്നു. കാരണം ഞാൻ തന്നെ ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എത്തുന്നത് 2 മണിക്കൂർ എടുത്തു എത്താനായിട്ട്. ട്രാഫിക്കാണ് മെയിനായിട്ട് കാരണം. ഇത് ഈ വെതറിൽ നമുക്കൊരിക്കലും പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. സ്കിഡാവും, പിന്നെ അതുപോലെ തന്നെ സ്റ്റെക്കൊക്കെ ആവും. അപ്പോൾ ആളുകളെല്ലാം സ്ലോ ആയിട്ടേ പോവുള്ളൂ. ഒരുമാതിരി വൃത്തിയായിട്ട വെതറാണിത്. ഈ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാനും തോന്നില്ല, ഫുള്ള് മടിയായിരിക്കും. ഞാനിപ്പോൾ കടയിലോട്ട് വന്നതാണ്. ഇവിടെ അടുത്തുള്ള ഒരു അൽഡിയിൽ വന്നതാണ്. ഒരു ഷോപ്പിൻ്റെ പേരാണ് അൽഡി എന്ന് പറയുന്നത്. അപ്പം ഞാൻ മെയിനായിട്ട് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ബനാന, ഇത് നമ്മളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ ഇവിടെ പീലേഴ്സ് എന്നാ പറയുക, അതായത് ഓറഞ്ചിൻ്റെ പാക്കിന്. നമ്മളിതിന് ഓറഞ്ച് എന്ന് പറയും, ഇവരിതിന് പീലേഴ്സ് എന്ന് പറയും. അത് ഒരെണ്ണം എടുക്കാറുണ്ട് പൊതുവെ. അതായത് സ്ഥിരമായിട്ട് ഏകദേശം ഒരേപോലത്തെ ഫ്രൂട്ട്, വെജിറ്റബിൾസ് ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ എടുക്കല്. വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്താറില്ല. എനിക്കിഷ്ടമുള്ളത് മാത്രം, വേറെ ഒന്നും ചൂസ് ചെയ്യില്ല. ഇനി അടുത്തത് ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ റെഡ് ഗ്രേപ്സ് എടുക്കും, അല്ലെങ്കിൽ ഇത് എന്താണ് സീഡ്ലെസ് റെഡ് ഗ്രേപ്സ് ആണ്. മറ്റേത് ബ്ലാക്ക് ഗ്രേപ്സും കൂടെ ഉണ്ട്. ബ്ലാക്ക് ഗ്രേപ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇനി അടുത്തതായിട്ട് ബ്ലൂബെറി നമ്മളുടെ എന്താ പറയുക സ്ഥിരമായിട്ടുള്ളൊരു സാധനമാണ്. ചെറിയ ഇത് എടുക്കുള്ളൂ കേട്ടോ ബ്ലൂബെറി. വലുതെടുക്കില്ല. വലുതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവന്നു പോകും. ഞാനീ ഒരാളല്ലേ ഉള്ളൂ കഴിക്കാനായിട്ട്. ചെറുതാകെ ഒരെണ്ണേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ക്ലാസ് തിരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും ഇവർ. കണ്ടോ, ഇത് ക്ലാസ് 1 ആണ് ബ്ലൂബെറിയുടെ. ഇങ്ങനെ ഒരു പാക്ക് കിട്ടും. അപ്പോൾ അത് റെഡിയായി. കണ്ടോ, നടക്കുന്ന വഴിയിൽ എല്ലാം സ്നോ ആണ്. അതുപോലെ തന്നെ റോഡിലെല്ലാം സ്നോ ആയിരുന്നു. അപ്പോൾ വണ്ടിയെല്ലാം പോയിട്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു കുഴപ്പമില്ലാണ്ട് കാണുന്നത്. രാവിലെയൊക്കെ ഫുള്ള് സ്നോ ആയിരുന്നു. ഇപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ വണ്ടികളൊക്കെ പോയി. കണ്ടോ, ഒരു വണ്ടി കഴിഞ്ഞിട്ട് ഒരു വണ്ടിക്ക് എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത് നോക്കി നോക്ക്. കാരണം ഡേഞ്ചർ ഉണ്ട്, അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും എപ്പോഴും. അതുകൊണ്ട് തന്നെ കൺജഷൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിലേ ആവും. ക്രിസ്മസ് ഹോളിഡേ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന ദിവസമാണെന്ന്. പക്ഷേ ഡ്യൂ ടു ബാഡ് വെതർ സ്കൂൾസ് ആർ ക്ലോസ്ഡ് അഗെയിൻ. അതായത് ഇന്ന് വീണ്ടും സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മെസ്സേജ് കിട്ടി. അപ്പം എന്തായി, വീണ്ടും സ്കൂളില്ല, പിള്ളേർക്ക് വീണ്ടും ഹോളിഡേ കണ്ടിന്യൂഷനായി. നാളെ ചിലപ്പം തുറക്കുമായിരിക്കും. അതായത് നമുക്കിവിടെ വെതർ റിപ്പോർട്ടിൽ കറക്റ്റ് പറയുന്നുണ്ട്. ഇവർക്ക് നേരത്തെ പറയാം. ഇവരിത് 8:30 എന്തോ ആണ് അനൗൺസ് ചെയ്യുന്നത്, സ്കൂളില്ല, ക്ലോസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറേ കുട്ടികളൊന്നും സ്കൂൾക്ക് വരില്ലായിരുന്നു. ഇത് രാവിലെ തന്നെ കുട്ടികളെല്ലാം റെഡി ആയിട്ട് വരില്ലേ. ഇപ്പം നമ്മൾ തന്നെ, നമുക്ക് 9 മണിക്ക് സ്കൂളുണ്ടെങ്കിൽ ഞാനൊക്കെ 7 മണി 7:30 പോകുമായിരുന്നു സ്കൂളിലേക്ക്, സ്കൂളിനോടുള്ള സ്നേഹം കൊണ്ട്. അതേപോലെ വരുന്ന എത്ര പിള്ളേരുണ്ടാവും. അപ്പോൾ ആ പിള്ളേരൊക്കെ ഇവിടെ റോട്ടിൽ വന്ന് പെട്ട്, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പാരൻസ് കൊണ്ടുവിടണം. അപ്പോൾ ഈ പാരൻസ് കൊണ്ടുവിടണം എന്നുണ്ടെങ്കിൽ പാരൻസിനും ജോലിക്ക് പോകണ്ടേ. അപ്പോൾ അവർ നേരത്തെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവരൊക്കെ കാർ കൊണ്ട് സ്റ്റക്കാവും. അങ്ങനെ വലിയൊരു ബ്ലോക്കിൽ പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വരുന്നത്. എന്തായാലും സാധനം മേടിച്ച് ഇതാ കവറിൽ. ആക്ച്വലി ഇത് തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ നല്ല പാടാ. തണുപ്പായതുകൊണ്ടാണ്, അല്ലാണ്ട് കനമുള്ളത് കൊണ്ടല്ല. ഒന്നാമത് വീഡിയോ എടുക്കുന്നതും ഒക്കെ വിത്തൗട്ട് ഗ്ലൗസാണ് എടുക്കുന്നത്. അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. -6 ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നത് ഇവിടെ തണുപ്പെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത്രയും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അത്രയും ഉണ്ടെന്നാണ് പറയണത്. അറിയില്ല.
എൻ്റെ റബ്ബേ നല്ലോണം കൈ മരവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാധനം മേടിച്ചത് എന്താന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. റൂമിലെത്തി, ഡ്രസ്സ് മാറി, ഇനി നമ്മള് ദോശ ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ആയിട്ട് ഇതിൽ ദോശമാവുണ്ട് കേട്ടോ. നമ്മളുടെ യോഗേറ്റിന്റെ ഇതാണ്, പെട്ടിയാണ്, കാര്യാക്കണ്ട. നമ്മള് ദോശ ഉണ്ടാക്കാൻ പോവാണ്. ദോശ വിത്ത് എഗ്, അതാണ് ഇന്നത്തെ നമ്മളുടെ കോമ്പിനേഷൻ. കറിയല്ല, കറിയൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ലൈക്ക് നമ്മളിങ്ങനെ ചിക്കിയിട്ട് ഉണ്ടാക്കില്ലേ എഗ്, അതും ദോശയും വെച്ചിട്ടാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ബനാന ഇത് സ്ഥിരമായിട്ട് മേടിക്കുന്നതാട്ടോ. നമ്മള് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് ഇന്നാളെ കഴിഞ്ഞ തവണ മേടിച്ചതാണ്. ഇച്ചിരി പച്ചയപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ, പഴുത്തിട്ടില്ല അങ്ങനെ എല്ലാതൊന്നും. നമ്മള് ആ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ സെറ്റാണ്. പിന്നെ അത് പിന്നെ വേറെ ഒന്നും നോക്കണ്ട. നേരത്തെ പറഞ്ഞ പീലേഴ്സ്, ഇതേപോലെ ക്യുക്യുംബർ എന്നൊക്കെ പറയും ഇവിടെ. നമ്മളിതിനെ എന്താ പറയാ, കക്കരിക്ക എന്ന് പറയും നമ്മളെ നാട്ടില്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഇത്ര 89 PO 99 PO അങ്ങനെ എന്തോടെ വേറെ വരുന്നത്. പിന്നെ റെഡ് ഗ്രേപ്സ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതൊരെണ്ണം. ഇതും നമ്മൾ ജ്യൂസിൽ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. പിന്നെ ഇതന്നെ ബ്ലൂബെറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാറ്റ് ഫ്രീ യോഗേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്റെ സ്ഥിരമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, അതിലോട്ട് പോയാൽ മതി. പിന്നെ മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മിൽക്ക് ഇങ്ങനെ കിട്ടുക. 18-ാം തീയതി വരെ നമുക്ക് എന്തുണ്ട്, ഇതിന്റെ ഡേറ്റ് ഉണ്ട്. അപ്പൊ അത്രയും കഴിഞ്ഞിട്ടേ ഇത് എന്താവുള്ളൂ, കേടുവരുള്ളൂ. കേടുവരുള്ളൂ എന്നല്ല, അത്രയും കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കേടുവരുള്ളൂ എന്ന് മണ്ടത്തിനേ പറയുള്ളൂ. ആൻഡ് ഗൈസ്, അടുത്തത് നമ്മള് ദോശ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് ചെയ്യും. പണ്ട് ഇത്ര ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം ഒരുമിച്ച് ചെയ്യും. ദോശ ഇതവിടെ ആയിക്കൊണ്ടിരിക്കണേ, മുട്ട ഇതവിടെ ആയിക്കൊണ്ടിരിക്കണേ. ഈ മുട്ട ഞാൻ മൊത്തത്തിൽ ഇനി അത് ഇതാക്കൂട്ടോ. ഇതില് മുളക് പൊടി, കുരുമുളക് പൊടി ഇടാനുണ്ട്. ദോശ ഏകദേശം ആയെന്ന് തോന്നുന്നു, അപ്പൊ തിരിച്ചിടാനുണ്ട്. ഞാനത്ര എക്സ്പേർട്ട് ഒന്നല്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും. അയ്യോ പോയല്ലോ, അയ്യോ. അതെ, കയ്യില് ഈ ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തേനെ. പക്ഷെ റെഡിയായി, മുട്ട റെഡിയായി. ഇനി നമുക്ക് ഡ്രിങ്കും കൂടെ റെഡിയാക്കണം. ഞാൻ നോർമലി കോഫി ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കലുണ്ട്, അല്ലാണ്ട് സ്ഥിരമായിട്ട് കുടിക്കാറില്ല. അപ്പൊ നമ്മള് മിക്സി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അപ്പൊ ആ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. ഞാനിതിനെ ജ്യൂസ് എന്ന് വിളിക്കും, ചിലരിതിനെ സ്മൂത്തി എന്ന് പറയും, ചിലരിതിനെ ഷെയ്ക്ക് എന്ന് പറയും. ഷെയ്ക്ക് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം കട്ടിപ്പാൽ യൂസ് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്. 2 പഴം എടുക്കുന്നുണ്ട്. ഇതൊരു പഴം മുറിച്ചിടണം. ആക്ച്വലി എനിക്കിത് കാണിച്ചു തരാൻ പറ്റുന്നില്ല, കാരണം ഈ ട്രൈപോഡ് സ്റ്റാൻഡ് വെക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ വേറെ എവിടെ ഇല്ല. എന്തായാലും പഴം അത്ര നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു പഴുപ്പായിട്ടുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി കൂടും. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവ് മതി എന്നുണ്ടെങ്കിൽ 1 പഴം എടുത്താൽ മതി. പഴത്തിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല. പഴമാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇച്ചിരി നട്ട്സ് എടുത്തിരുന്നത് നല്ലതാണ്. ഞാൻ നട്ട്സ് ഇടാറുണ്ട്, എനിക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഒരു ഇച്ചിരി ഇത്രത്തോളം ഒരു നട്ട്സ് ഒക്കെ എടുത്തിട്ട് ഇടുക. അപ്പോൾ 1 ഗ്ലാസ് അങ്ങനെ കഴിക്കുക. ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കും, അതായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അടുത്തത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഞാൻ എന്തിനിടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബനാനയുടെയും ഡേറ്റ്സിൻ്റെയും ഈത്തപ്പഴം എന്ന് പറയാം, ഇത് പരിഷ്കാരിയാവേണ്ട കാര്യമൊന്നുമില്ല. ഈത്തപ്പഴം എടുക്കുന്നു, അതിലോട്ട് ഇടുന്നു. ഞാനൊരു 3-4 ഒക്കെ വെച്ചിടും. ഇത് ഫ്രോസൺ മാംഗോയുടെ ക്യൂബ്സ് ആണ്, അതായത് മാംഗോ ചങ്ക്സ് എന്നൊക്കെ പറയും. ഇവിടെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഫ്രോസൺ ആണിത്. അപ്പൊ ഇത് മാംഗോ തന്നെയാണ്, ആക്ച്വലി ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മാംഗോ മേടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്നും നടപടിയാവുന്ന കാര്യമില്ല. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടു. അപ്പൊ 1, 2, 3, 4 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി ഇട്ടു. 5ാമത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പാല്. സെറ്റ് കണ്ടോ, ഇത്രയും പാല് ഒഴിക്കുക. നല്ല തണുപ്പുണ്ടാവും. ഇപ്പൊ മേടിച്ചുകൊണ്ട് വന്ന പാലാണ് ഇപ്പൊ. എന്നിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാന്ന് പറയുന്നത്. അയ്യോ, ഇതിന്റെ അടപ്പ് കാണാനല്ലോ. മിക്സിയുടെ ഇത് അടക്കുക. പണ്ടിൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നേ, എന്താ പറയാ, സ്മൂത്തി മേക്കർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ കേടുവന്നു പോയി.
അപ്പൊ പിന്നെ ഇതിലോട്ട് മാറി, പിന്നെ ഇതിലോട്ട് വെക്കുക. അപ്പോൾ ഇത് ഇനി മിക്സി ഓണാക്കുക. അപ്പൊ ഇത് റെഡി ആക്കട്ടെ. ജ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടുണ്ട്. ഇത് എത്ര ml ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് മൊത്തം ഞാൻ കുടിക്കും. ഒരാൾക്ക് വേണ്ടിയിട്ടോ, ഒരു നേരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എത്ര ml ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഈ ജാറ് എത്ര ml ഓ 1500 ml ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ മുട്ടയും അതുപോലെ തന്നെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 ദോശ, 5 മുട്ട, പിന്നെ ജ്യൂസ്. ഇത്രയാണ് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എന്റെ വീടിന്റെ ബാക്ക് യാർഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിലൂടെ ഒന്നും ആരും നടന്നു പോയിട്ട് പോലും ഇല്ല. അത്രയ്ക്ക് മഞ്ഞ് മൂടി കിടക്കുക. വീടുകളുടെ ഒക്കെ ടോപ്പിലും എല്ലാം മഞ്ഞാണ്. ഒറ്റ ദിവസത്തെ സംഭവം കേട്ടോ. പക്ഷെ ഇന്ന് നല്ല സൺലൈറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം പോവായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഉണ്ട്, ഫുൾ മഞ്ഞാണ്. ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് മൊത്തത്തിൽ കിടക്കുന്നത്. കണ്ടോ, ഞാനെടുത്ത് കാണിക്കാം. നല്ല തണുപ്പുണ്ട്. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കഴിഞ്ഞു കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയില്ല, ഞാൻ പറഞ്ഞില്ല വണ്ടി ഭയങ്കര ഡിലേ ആയതുകൊണ്ട്. അപ്പോ ലഞ്ചും കഴിഞ്ഞ് ഉച്ചയായി. ഞാൻ ഈ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി എണീക്കുന്ന സമയത്ത് ഇറിട്ടായിരിക്കും. അത് 4 മണി 5 മണിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇറിട്ടായിരിക്കും. ഒരു ഡൗട്ടും ഇല്ല ആ കാര്യത്തില്. പിന്നെ ഇന്നിപ്പോ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി എത്രത്തോളം നേരം നീണ്ടു നിൽക്കും അറിയില്ല. കുറച്ചു നേരം കിടന്നിട്ട് ഇനി എണീക്കാം. ഭയങ്കരമായിട്ട് കാലൊക്കെ കോച്ചി പിടിക്കുന്നുണ്ട് തണുപ്പ്. ഹീറ്ററൊക്കെ ഓണാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഒരുമാതിരി തണുപ്പാണ് എല്ലായ്പ്പോഴും. എന്തായാലും ഉറങ്ങി എണീറ്റിട്ട് കാണാം ബാക്കി. ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ജിമ്മിൽ പോവാണ്. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണമല്ലോ. എന്തിപ്പോ കഴിക്കാനുള്ളത് ആലോചിക്കണം. ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ല മനസ്സിലോട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കോഫി കുടിച്ചങ്ങ് പോവാം. പക്ഷെ ഈ കോഫി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി രാത്രിയിൽ ഉറക്കാൻ പറ്റുമെന്നുള്ളതാ. ഉറങ്ങുമായിരിക്കും, ഉറങ്ങാതിരിക്കുന്നുണ്ടാവില്ല. എന്തായാലും ജിമ്മിന് പോവാം. അപ്പൊ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാപ്പി ഉണ്ടാക്കുന്നത് കാണിച്ചില്ല. നമ്മളുടെ കുപ്പി ഗ്ലാസ്സിലാണ് കാപ്പി കുടിക്കുന്നത്. മറ്റേ കപ്പ് കാണാനില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ പ്രീ വർക്കൗട്ട്. പിന്നെ ഞാൻ ഓറഞ്ചും ആപ്പിളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ചും ആപ്പിളിലും എന്താ ഉള്ളതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോൾ എനിക്കൊരു എനർജി കിട്ടി. അതേ മാത്രമാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. ആൻഡ് ഗൈസ്, ഇതിന് മുകളിൽ നമുക്ക് വീണ്ടും നമുക്കൊരു പുൾ ഓവർ ഇടാം. ഭയങ്കര തണുപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് എടുക്കുകയും ചെയ്യുന്നേ. ഈ ജാക്കറ്റ് ഇടണം. അപ്പോൾ തന്നെ നമുക്കൊരു വിന്റർ സ്കാർഫ് പണ്ട് കിട്ടിയതായിരുന്നു. ഇത് ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ ആണ്. മേ ബി കുറച്ച് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ക്ലാഷ് നിഞ്ച എന്ന് പറയുന്ന ഒരു ആൾ എനിക്ക് തന്നതാണ് ഫിൻലാൻഡിൽ പോയ സമയത്ത്. ഗ്ലൗ ഇട്ടിട്ട് ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ച റെക്കോർഡ് ആയി എന്നുള്ളത്. ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട്. ജാക്കറ്റ് ഇട്ടു, അതിന്റെ ഉള്ളിൽ കുപ്പായിട്ടു, അതിന്റെ ഉള്ളിൽ ഒരു കുപ്പായിട്ടു, സ്കാർഫ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പാൻസ് ഇട്ടിട്ടുണ്ട്, ഗ്ലൗ ഇട്ടിട്ടുണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാസ്ക് കൂടെ ഇടണം. മാസ്ക് അല്ലത് ആക്ച്വലി, പക്ഷെ ഇനി എന്റെ ചെവി ഭയങ്കരമായിട്ട് തണുക്കും. പിന്നെ അതുപോലെ തന്നെ മൂക്ക് ഭയങ്കരമായിട്ട് തണുക്കും. അതുകൊണ്ട് ഫുള്ളി കവേർഡ് ആവുന്ന ആ ഒരു സംഭവമാണ് ഇത്. ഇത് ഓൺലി ഐ മാത്രമായിരിക്കും നമ്മൾ പുറത്തോട്ട് കാണിക്കുന്നുണ്ടാവുക. ഏകദേശം ഇങ്ങനെ ഇരിക്കും. സെറ്റല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് പേടിയാവും. പക്ഷെ ഇത് ഇവിടെയൊക്കെ ഭയങ്കര കോമൺ ആൾക്കാർ ഇങ്ങനെ ഇടുന്നത്. തണുപ്പ് വന്നു കഴിഞ്ഞാൽ വേറെ എന്തോ ചെയ്യാനാണ്. ഞാൻ ഇത് ഇടയ്ക്കൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ഇതൊക്കെ ഇടാനായിട്ട്. പക്ഷെ ഇന്നിപ്പോ എന്തായാലും ഇതൊക്കെ വേണ്ടി വരും. മഞ്ഞൊന്നും ഉരുക്കി പോയിട്ടില്ലാന്നേ. ഞാൻ പുറത്തോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, എന്തായാലും പുറത്തോട്ട് പോയേക്കാം. രാവിലെ നമ്മൾ ഇറങ്ങിയില്ലേ, അതേപോലെയൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതേപോലെ തന്നെ ഇരിക്കുവാണ്. റോഡിലൂടെ ഒക്കെ വണ്ടി പോയതുകൊണ്ട് കുറേയൊക്കെ പടച്ചോനെ നല്ല പേടിയുണ്ട് കേട്ടോ സ്ലിപ്പാവുക എന്നുള്ളത്. സ്ലിപ്പായി കഴിഞ്ഞാൽ നിലത്ത് വീട് കിടക്കേണ്ടി വരും. ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീട് കഴിഞ്ഞാലും വന്നെടുത്ത് പൊക്കൊന്നുമില്ല. നമ്മൾക്ക് പിന്നെ സ്വന്തമായിട്ട് എണീക്കാൻ പറ്റുമെങ്കിലും ഓക്കെ. അഥവാ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ വിചാരിക്കും. എന്നിട്ട് അവർ ആംബുലൻസിനെ വിളിക്കും. ആംബുലൻസ് ആളുകൾ വണ്ടി വന്നിട്ട് മാത്രമേ നമ്മളെടുത്ത് പൊക്കുള്ളൂ. ഇവിടെ സേഫ് ഗാർഡിങ് ആണ് അതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഭയങ്കര ഇറിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ബാക്കി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം. ഒരു പൗണ്ട് അതിനകത്ത് ഇടണം. എന്നാൽ മാത്രമേ നമുക്കത് വർക്കായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കിട്ടില്ല. മുടിയെല്ലാം കോളമായി.
ഓക്കെ. ആരെ കളിക്കാനാ, ആര് കാണാനാ, ഞാനല്ലാണ്ട്. ഇതാണ് എൻ്റെ ജിമ്മ്. കണ്ടോ, സൂപ്പറല്ലേ, നല്ല രസമാണ്. ലൈറ്റിങ് സൂപ്പറാണ് ഇവിടുത്തെ. ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ ട്രെഡ്മിൽസൊക്കെ അത്യാവശ്യമുണ്ട്. വലിയ ജിമ്മൊന്നുമല്ല, ഇത് ചെറിയ ജിമ്മാണ്. ഇതിന് മുന്നേ പോയിക്കൊണ്ടിരുന്നിരുന്നത് ചെറിയ ജിമ്മായിരുന്നു. ആൻഡ് ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് പോയിട്ട് വെള്ളം എടുക്കുന്നു. ലെഗ് വർക്കൗട്ടാണ് ഇന്ന് ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ ഞാൻ ട്രൈപോഡ് സ്റ്റാൻഡൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ജിമ്മിൻ്റെ അകത്തെ വീഡിയോസ് അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവില്ല. ഞാൻ നോക്കി നോക്കട്ടെ, എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. കാരണം ഷോർട്ട് വീഡിയോ എടുക്കുന്നത് എളുപ്പമാണ്, പക്ഷേ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ പിടിച്ചിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. ലെഗും അതുപോലെ ഷോൾഡറും രണ്ടും കൂടെയാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീക്ക് തുടങ്ങുമ്പോഴൊക്കെ ആദ്യം ഞാൻ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാനിത് ചെയ്യൂല. 3 ദിവസം 2 ദിവസമൊക്കെ ആകെ ജിമ്മിന് വരലുള്ളത്. പിന്നെ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് റെസൊല്യൂഷനൊന്നും ഇല്ല കേട്ടോ. വന്നതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരാൻ പറ്റിയാൽ മതിയായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വലിയ ജിം റാറ്റൊന്നുമല്ല. അത് അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും. അതുപോലെ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. കുറച്ച് നാട്ടിൽ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടുത്തെ ആശാൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ പോലെ ഇവിടുത്തെ ആളുകളോട് ചോദിക്കും, അപ്പോൾ അവർ പറഞ്ഞു തരും. അങ്ങനെയൊക്കെയുള്ള മാത്രമുള്ള ബേസിക് നോളജുള്ള ഒരു പാവം ആളാണ് ഞാൻ. എൻ്റെ പോരായ്മകൾ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എനിക്ക്. എൻ്റെ കോർ മസിൽസ് ഭയങ്കര വീക്കാണ്, കോർ സ്ട്രെങ്ത് എനിക്കില്ല. അതുപോലെ ചില വർക്കൗട്ട്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ പോരായ്മകൾ എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് പറ്റുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. മറ്റേത് ഒരാളില്ലാത്തത് കൊണ്ട് ഒരു ധൈര്യക്കുറവ്, എപ്പോഴും കൂടുതൽ വെയിറ്റ് ചെയ്യാനൊരു പേടിയാണ്. അത് ചിലപ്പോൾ പോവുമായിരിക്കും. ഞാൻ ഒരിടക്ക് 2 സൈഡിലും 30 വെയിറ്റ്സ് ഇട്ടിട്ട് സ്ക്വാട്ട്സ് ചെയ്യുമായിരുന്നു. അന്നൊരു ധൈര്യം കുറച്ച് കൂടുതലുള്ള സമയത്ത്. പിന്നെ വീണ്ടും കുറച്ച് കാരണം ഒരു ധൈര്യക്കുറവാണ് നമുക്ക്. പക്ഷേ ഇത് ഈസി ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് പൊതുവെ. 20 വെയിറ്റ്സ് എനിക്ക് വലിയ പ്രശ്നം തോന്നാറില്ല. പിന്നെ നമ്മളുടെ ബോഡി വെയിറ്റിൻ്റെ അത്രയും ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത്രയും റിസ്ക് എടുക്കാനൊന്നും നിൽക്കില്ല. നമ്മൾ ജിമ്മ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളങ്ങനെയല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. ഏറ്റവും തീരെ ചെയ്യാൻ പറ്റാത്തൊരു എക്സസൈസാണ് ലഞ്ചസ്. ഒരു 3-4 റപ്പൊക്കെ കഴിയുമ്പോഴത്തേന് എൻ്റെ ഒരു വേദന എടുക്കാൻ തുടങ്ങും. മുടിൻ്റെ വേദനയായിരിക്കും. പിന്നെ മനസ്സിൽ നമ്മൾ എങ്ങനെയും ഇത് ഫിനിഷ് ചെയ്യണമല്ലോ ഒറ്റതാക്കല, അങ്ങനെ അങ്ങോട്ട് തീരും. എന്നാലും ഭയങ്കര പാടായിരിക്കും. ലഞ്ചസാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ പോയപ്പോൾ, ജിമ്മിൽ പോയപ്പോൾ ആളെന്താ പറഞ്ഞു വെച്ചാൽ കോർ സ്ട്രെങ്ത് വീക്കാകുന്നത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കെന്നെ മനസ്സിലായി, ബാക്കിയുള്ളവരിൽ നിന്നും എനിക്കുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായപ്പോൾ. പക്ഷേ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മൾ ആകെ ഏറിപ്പോയ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ജിമ്മിൽ സ്പെൻഡ് ചെയ്യുക. അതിൽ പകുതി മുക്കാൽ ടൈം റെസ്റ്റാണ്. ടപ്പടപ്പടപ്പയൊന്നും ചെയ്യാൻ വയ്ക്കില്ല, സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടതും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഭയങ്കര പാടായി ലഞ്ചസ് ചെയ്യാനായിട്ട്. എന്തായാലും കോർ സ്ട്രെങ്ത് ഒക്കെ ഒരു കാലത്ത് ഇമ്പ്രൂവ് ആകുമായിരിക്കും. പക്ഷേ നമ്മളറിയില്ലേ, മോട്ടിവേഷനല്ല വേണ്ടത്, ഡിസിപ്ലിനാണ് വേണ്ടതെന്ന് പറയല്ലേ. ആ ഡിസിപ്ലിൻ ഇടയ്ക്കിടയ്ക്ക് പോകും. ഇപ്പോൾ ഡിസംബർ 31 ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അത് അന്ന്. എന്താ കാര്യമൊന്നും അറിയില്ല. ലെഗ് കേളും ലെഗ് എക്സ്റ്റൻഷനും ഒക്കെ ചെയ്തിട്ടാണ്. പിന്നെ നമ്മളുടെ കാഫിനുള്ള എക്സസൈസും കൂടെ ചെയ്താൽ ലെഗ് തരും. പിന്നെ നമ്മൾ ഷോൾഡർ പിന്നെ ചെറിയ മസിലായതുകൊണ്ട് 1-2 എക്സസൈസ് ചെയ്തിട്ട് ഞാൻ നിർത്തി. കൂടുതലൊന്നും ചെയ്യില്ല. എക്സസൈസ് എന്നാണോ പറയുന്നത്, വർക്കൗട്ട് എന്നാണോ പറയാമെന്നറിയില്ല. ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഐഫോണിൽ പണ്ട് ഉണ്ടായിരുന്നില്ല 12 ക്യാമറ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്നെ ഇവിടെ കാണിച്ചു തരാനും പറ്റും. അതുപോലെ എൻ്റെ ഫേസും കണ്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടോ, ഭയങ്കര കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ തണുപ്പല്ലേ, ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഡെഡിക്കേഷൻ ഉള്ളവർ വരുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഈ നേരത്തെ മുന്നോട്ട് വരാൻ പറ്റും തോന്നുന്നില്ല. അപ്പം ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ജിമ്മ് കഴിഞ്ഞു. അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് എൻ്റെ ക്ഷീണമെല്ലാം ഞാൻ മാറ്റി കളഞ്ഞു കേട്ടോ. ഇപ്പം ക്ഷീണമൊന്നുമില്ല.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുക. അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ കുറേ ചെയ്തിട്ട് മൊത്തത്തിൽ ടയേർഡാവില്ല. പക്ഷെ കാല് നല്ല പെയിൻ ഉണ്ട്. ഷോൾഡറിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ 3 വർക്കൗട്ടേ ചെയ്തോളൂ. ലാറ്ററൽ റൈസും ഷോൾഡർ പ്രസ്സും അത് മെഷീനിലാണ് ചെയ്തത്. പിന്നെ ഡംബലിൽ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തിയിട്ടുള്ള ഫ്രണ്ട് റൈസസ് അല്ലേ, അത് മാത്രമേ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ കുറേ വർക്കൗട്ട് ഒരുപ്പിച്ച് ചെയ്യാനുള്ള അത്രത്തോളം എനർജി ഒന്നുമില്ല. അത് ഭയങ്കര ടയേർഡാവും. അപ്പോഴേക്കും തണുപ്പടിച്ചു തുടങ്ങിയിട്ടാ ഇവിടെയൊക്കെ ഫീലായി തുടങ്ങി. അപ്പം ഇനി മുഖം മൂടി ഇടട്ടെ. അപ്പം ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി ചെന്നിട്ട് കുളിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ അതാ കാണിക്കാം. എന്തായാലും അതും കൂടെ കാണിച്ചിട്ട് എന്തായാലും അവസാനിപ്പിക്കാം വീഡിയോ. ഇഡ്ഡലി ദോശ ബാറ്റർ എടുത്തിട്ടുണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട്. പിന്നെ പഴം മേടിക്കണം. ഇവിടെ കണ്ടോ 1 കിലോത്തിന് 2.99 പൗണ്ട്സാണ് വരുന്നത്. ഞാനങ്ങനെ കുറേയൊന്നുമില്ല, ഒരു 4-5-6 എടുക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈഫ് സേവറാണ് എനിക്ക്. നല്ല ക്ഷീണം വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇതെടുക്കുമ്പോൾ തന്നെ എത്ര പൈസ എന്ന് ഞാൻ കാണിച്ചു തരാവേ. എത്രയായി? അല്ല ഇത് എത്രയായി? ബില്ല് എത്രയായി? 7.34. ഇത് എത്രയാ? മറ്റേ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതില്ല. ഇത് കണ്ടിട്ട് തന്നെ കുറവാ തോന്നുന്നുണ്ട്. ഇത് എനിക്ക് തോന്നണത് മറ്റേത് ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ അതാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത്. ഓക്കെ. പഴം എത്രയായി? 3.85. 1 കിലോ ഉണ്ടോ അത്? 1 കിലോത്തിന് മുകളിലുണ്ടാവില്ലേ? ഓക്കെ. വീട്ടിൽ തിരിച്ചെത്തി. നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴം. അതുപോലെ തന്നെ ഇതിന് ഭയങ്കര വിലയാ. ഇത്ര വിലയുടെ അല്ല ഞാൻ മേടിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇതാ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വേറൊരു ബ്രാൻഡിന്റെ സാധനം ഞാൻ മേടിച്ചുകൊണ്ടിരുന്നിരുന്നത്. ദോശമാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്താ പറയാ, അതൊരു ലൈഫ് സേവറാണ്. അതുപോലെ ഈ പഴം മേടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു എനർജി കിട്ടാനായിട്ട്, അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ബാഗിൽ എടുത്തിട്ട് കഴിഞ്ഞാല് വേറെ ഒന്നും നോക്കണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടി മേടിക്കുന്നതാണ്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്കണം. ഓൾറെഡി ചോറ് ഫ്രിഡ്ജിനകത്തുണ്ട്, കുറച്ച് ചോറ് കഴിക്കും. പിന്നെ കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്. അപ്പൊ അത് കൂട്ടി കഴിക്കും. പിന്നെ ലാസ്റ്റായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അതും കൂടെ കാണിക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇപ്പൊ ഏകദേശം 10 മണിയായിട്ടാ രാത്രിയിലെ. ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ആക്ച്വലി നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോയിട്ടാ. പിന്നെ ഉറക്കത്തുനിന്ന് എണീറ്റ് ഇപ്പോഴാ പിറ്റത്തെ ദിവസമായി. കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് അപ്ലോഡ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു ഡെയിലി വ്ളോഗ് ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് തീർക്കേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഫസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടായിരിക്കണം. ഇനി ബാക്കിയുള്ള ചെയ്യുന്ന സമയത്തല്ലേ ശരിയാക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ UK ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും.